വാസുദേവായ. ശ്ലോക 19. മുഖം ബിന്ദും കൃത്വാ കുജയുഗം അധസ്തസ്യ തദധോ പരാർത്ഥം ധ്യായേദ്യോ ഹരമഹിഷിതേ മന്മഥകലാം സസദ്യ സംക്ഷോഭം നയതി വനിതാ ഇത്യതിലഘു ത്രിലോകീം പാശ്യു ഭ്രമയതി രവീന്ദുസ്തനയുഗാം. മുഖം ബിന്ദും കൃത്വ, മുഖത്തെ ബിന്ദുസ്ഥാനത്തിൽ ധ്യാനിച്ച്, കുജയുഗം സ്തനയുഗളത്തെയും, അധതസ്യ അതിൻ്റെ അധോഭാഗത്തിൽ, തതത അതിനടിയിലായി, പരാർത്ഥം ശിവശക്തിയായ ഭവതി ധ്യായേദ്യോ യാതൊരുവൻ ധ്യാനിക്കുന്നുവോ, ഹരമഹിഷി ഹേ പരമേശ്വരി, തേ മന്മഥകലാം ഭവതിയുടെ കാമേശ്വര കലയെ, സ അവൻ സദ്യ ആ ക്ഷണത്തിൽ തന്നെ, സംക്ഷോഭം മനഃചാഞ്ചല്യത്തെ, നയതി ഉണ്ടാക്കുന്നു, വനിത പെൺമണികൾക്ക്, ഇതി എന്നത്, അതിലഘു നിസാരം, ത്രിലോകീം അഭി മൂന്ന് ലോകത്തിനെയും കൂടി, ആശു അതിവേഗത്തിൽ, ഭ്രമയതി മോഹിപ്പിക്കുന്നു, രവീന്ദുസ്തനയുഗാം ചന്ദ്രൻ സൂര്യൻ എന്ന ഇരു സ്തനങ്ങളോടു കൂടിയ. ഹേ പരമേശ്വരി, യാതൊരുവൻ ബിന്ദുസ്ഥാനത്തിൽ മുഖത്തെയും അതിനടിയിലായി സ്തനയുഗളത്തെയും അതിനുമടിയിലായി ശിവശക്തിയായ ഭവതിയെയും സ്മരിച്ച് അവിടെ ഭവതിയുടെ കാമേശ്വര ബീജത്തെ ധ്യാനിക്കുന്നുവോ, അവൻ ഉത്തരക്ഷണത്തിൽ പെൺമണികളെ മോഹിപ്പിക്കുന്നുവെന്നത് ഏറ്റവും നിസാരം. ചന്ദ്രസൂര്യന്മാരെന്ന സ്തനയുഗങ്ങളോടുകൂടിയ ത്രിഭുവനത്തെ തന്നെ മോഹപരവശമാക്കുന്നു. മുഖം ബിന്ദും കൃത്വാ കുജയുഗമധസ്തസ്യ തദധോ പരാർത്ഥം ധ്യായേദ്യോ ഹരമഹിഷിതേ മന്മഥകലാം സസദ്യ സംക്ഷോഭം നയതി വനിതാ ഇത്യതി ഖലു ത്രിലോകീമപ്യാശു ഭ്രമയതി രവീന്ദുസ്തനയുഗാം. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.